ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി കണ്ടാലോ? അതിനുവേണ്ടി ഞാൻ ചിക്കൻ ഒരു 1.5 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ തക്കാളിയും ഉള്ളിയും ഒരു 2 പച്ചമുളക് നമുക്ക് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണമെന്നില്ല, ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. ഇനി നമുക്കിതിന് വേണ്ട മസാലകളൊന്ന് കാണാം. മീറ്റ് മസാല ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, കുരുമുളക് 2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ കുറച്ച് പെരുംജീരകം പൊടിച്ചത് കേട്ടോ. പിന്നെ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി അരച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഡയറക്റ്റ് നമുക്ക് എണ്ണയിലിട്ട് കൊടുത്തൊന്ന് വഴറ്റിച്ചേർക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനകത്ത് ആ വെള്ളമയമൊക്കെ മാറി കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇനി നമുക്കിതിനകത്ത് ബിരിയാണിക്കുള്ള റൈസിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സവാളയും കശുവണ്ടിയും മുന്തിരിയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിനകത്ത് ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതിനകത്തോട്ട് കശുവണ്ടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിനകത്ത് കുറച്ച് ഇളക്കി കശുവണ്ടിക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നോക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നിച്ച് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയും എല്ലാം കറക്റ്റ് പാവമായിട്ട് നമുക്കത് വറുത്ത് തന്നെ കിട്ടും. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനകത്ത് ഒന്നും ചെയ്യേണ്ട, നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ചോറിനുള്ള ബസുമതിക്ക് അരിക്കുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഒരു കിലോ ബസുമതി അരിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഇത് നീളമുള്ള അരി കേട്ടോ. ഈ അരിയാണ് ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ കുക്കറിലായിട്ട് ഞാനിത് സീറ്റ് അടിച്ചാണ് ചോറാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഏലക്കായും ഗ്രാമ്പും പിന്നെ പട്ടയും കൂടി ഇട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ഈ അരി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. പിന്നെ ഇതിനകത്ത് കറക്റ്റ് ഒരു 4 ഗ്ലാസ് അരിയാണുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് ഞാൻ 8 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ നെയ്യ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിനകത്തോട്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് സീറ്റ് അടിച്ചെടുക്കാം. ഇത് ഞാൻ ഒരു 2 സീറ്റിയായിട്ട് അടിക്കുന്നത്. 2 സീറ്റി അടിക്കുമ്പോൾ കറക്റ്റ് വേവിൽ കിട്ടും ഇത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്കത് മൂടി വെക്കാം. കണ്ടോ, അരി സീറ്റി അടിച്ച് 2 സീറ്റിയാണ് ഞാൻ അടിച്ചത്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പൂ പോലെ അരി നല്ല ചോറായിട്ടുണ്ടത്. നല്ല കറക്റ്റ് പാവിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അരി. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിലോട്ടും നമുക്ക് ഈ ചോറിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം ഇങ്ങനെ ആക്കുവാണെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ കോരി വെക്കുക ഒന്നും വേണ്ട. അതിനകത്തോട്ട് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചോറിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ നന്നായിട്ട് ചോറായിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഇനി ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ കുറച്ചൊക്കെ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് ശരിയാകാതെ പിന്നെ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതാട്ടോ. പിന്നെ ഈ പറയുന്നവരെയൊക്കെ സമ്മതിക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ റെസിപ്പി. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, സീ യു.